السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം ഓരോ ദിനവും പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നാം 100ാമത്തെ ഹദീസാണ് പഠിക്കുന്നത്. 100 ദിനങ്ങളായി ഒരു ദിനം പോലും വിടാതെ അൽഹംദുലില്ലാ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അല്ലാഹു ഇതെല്ലാം മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള നന്മയുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടി അവസാനം ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു മർറ ബിസൂഖിൽ മദീനത്തി فوقف عليها قال يا أهل السوق ما أعجزكم قالوا وما ذاك يا أبا هريرة قال ذاك ميراث رسول الله صلى الله عليه وسلم يقسم وأنتم هؤلاء ألا تذهبون ഫഅഖദൂന നസീബകും മിൻഹും. ആനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ മദീനയിലെ കമ്പോളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു ചോദിച്ചു, കമ്പോളത്തിൽ കഴിയുന്നവരെ നിങ്ങളെ ഇത്ര അശക്തരാക്കിയ കാര്യമെന്താണ്? അവർ ചോദിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട്, കാര്യമെന്താണ്? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിക്കപ്പെടുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, നിങ്ങൾ പോയി അതിൽ നിന്നുള്ള ഓഹരി കരസ്ഥമാക്കുന്നില്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ കമ്പോളത്തിലൂടെ പോകുമ്പോൾ ജനങ്ങളെല്ലാവരും കച്ചവടത്തിന്റെ തിരക്കിൽ കഴിയുന്നവരോട് വിളിച്ചു ചോദിക്കും, നിങ്ങൾ എങ്ങനെ അശക്തരായി പോയല്ലോ? അവർ ചോദിച്ചു, എന്താണ് മഹാനവറുകളോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ അശക്തരായി പോയത്? അവിടെ നിന്ന് പറഞ്ഞു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് അവിടെ വീതിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഓഹരി വാങ്ങാതെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നല്ലോ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അവർ ചോദിച്ചു, റസൂലുള്ളാഹിയുടെ അനന്തരം അവകാശം എവിടെ നിന്നാണ് വീതിക്കപ്പെടുന്നത്? എവിടെയാണ് ഈ അനന്തരാവകാശം കൊടുക്കപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അനന്തരാവകാശം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് അവിടെ മസ്ജിദിലാണ് കൊടുക്കുന്നത്. ജനങ്ങൾ മസ്ജിദിലേക്ക് ഓടി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ജനങ്ങൾ മടങ്ങി വരുന്നത് വരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അതേ ചന്തയിൽ തന്നെ, അവിടെ തന്നെ, ആ കമ്പോളത്തിൽ തന്നെ നിന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിൽ കാണാം, അവരെല്ലാവരും അവിടെ പോയിട്ട് തിരിച്ചു വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മസ്ജിദിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വീതിക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടില്ല എന്ന് ജനങ്ങൾ മുഴുവനും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ അവിടെ ഒന്നും കണ്ടില്ലേ? അവിടെ കുറെ നമസ്കരിക്കുന്നവരെ ഞങ്ങൾ കണ്ടു, ഖുർആൻ പാരായണം നടത്തുന്നവരെ കണ്ടു, മറ്റു ചിലർ ഹലാലും ഹറാമും പഠിക്കുന്നതായി കണ്ടു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മേൽ ഖേദം, ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് ഇൽമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ,
എന്ന് മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇൽമു പഠിച്ചവർ ആ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. ഇൽമു പഠിച്ചവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലിമു വയസ്സറു വലാ തുഅസ്സറു വഇദാ ഗളിബത ഫസ്കുതു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുക, അവരോട് മയമായി വർത്തിക്കുക, കടുപ്പമായി അവരോട് നിങ്ങൾ പെരുമാറരുത്, നിനക്ക് ദേഷ്യം വന്നാലും നീ മിണ്ടാതിരിക്കുക എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഒരാൾക്കുണ്ടാകേണ്ട ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കുണ്ടാകേണ്ട ഗുണങ്ങളെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത്. ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യം വന്നാലും കടുപ്പമായി പെരുമാറാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബ്ദുല്ലാഹി ഇബ്നു യഗ്നി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഫഖഹഹു ഫിദ്ദീൻ വഅൽഹമഹു റുഷ്ദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു ഒരു ദാസന് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിന്റെ ഗ്രാഹ്യം നൽകുന്നതും ശരിയായ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതുമാണ് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഹദീസ് പറയാനുള്ള കാരണം 100 ദിനങ്ങളായി മുടങ്ങാതെ ഇൽമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഇൽമു പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാനാ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്താണല്ലോ ഇൽമ്. ആ ഇൽമു പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സ്ഥാനവും ആ മഹത്വവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. കാരണം മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അബൂദറെ, നീ പ്രഭാതത്തിൽ പോയിട്ട് ഖുർആൻ ശരീഫിലെ ഒരായത്ത് പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാളും മഹത്വമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ യാ അബാദർ ലഅന്ന തഗ്ദു ഫതഅല്ലമ ആയത്തൻ മിൻ കിതാബില്ലാ ഖൈറൻ ലക മിൻ അൻ തുസല്ലി 100 റക്അത്തിൻ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു ആയത്ത് പഠിക്കുന്നത് ആ 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാളും മഹത്വമാണ്. എന്നിട്ട് പറഞ്ഞു, വല അൻ തഗ്ദു ഫതഅല്ലമ ബാബൻ മിൻ ഇൽമിൻ ഉമില ബിഹി അവലം യുഅമലു ഖൈറുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ രാവിലെ പോയി ദീനിൻ ഇൽമിലെ ഒരു വകുപ്പ് പഠിക്കുന്നത് അതനുസരിച്ച് ഉടൻ പ്രവർത്തിക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഒരു ആയത്ത് പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിന് തുല്യം. നീ ഒരു അറിവ് പഠിച്ചു, ആ പഠിച്ച അറിവ് നീ പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ, ആ പഠിച്ചതിന് പകരം നീ 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ദിനം സമയം കണ്ടെത്തി ഈ ഹദീസുകൾ പഠിപ്പിച്ച നിങ്ങളത് ജീവിതത്തിൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ആ പഠിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരു ദിവസത്തെ ഇൽമിന് 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ്. നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുറഹീമായ കരുണക്കടലായ ദയാലുവായ പടച്ചവനെ, അള്ളാഹുവെ 100 ദിനമാണ് റബ്ബേ. അള്ളാഹുവെ, നിന്റെ ഇൽമ് ഒരു ദിവസം പോലും വിടാതെ ഒരുപാട് പേര് കേട്ടവരുണ്ട് പടച്ചവനെ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വിപത്തുകളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ പടച്ചവനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാനോടുകൂടിയുള്ള ഒരു മരണം നൽകണേ പടച്ചവനെ. ഈ 100 ദിനം നിന്റെ ഇൽമ്, അള്ളാഹുവെ, മുത്തുനബിയുടെ ഹദീസ് കേൾക്കാൻ സമയം കണ്ടെത്തിയ എല്ലാവരുടെയും ആഖിബത്ത്, അവസാന സമയം അള്ളാഹുവെ നീ നന്നാക്കണേ പടച്ചവനെ. അള്ളാഹുവെ, നിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് പടച്ചവനെ വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അഡ്മിന്മാർ, ചെറുപ്പക്കാർ, അള്ളാഹുവെ, അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹുവെ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവെ പടച്ചവൻ, അവന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി
കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ സ്വർഗം കിട്ടാൻ ഈ ഒരു സൽക്കർമ്മം നീ ഒരു കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ രോഗികൾക്ക് ശിഫാ നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ കരുണ എല്ലാവരിലും വർഷിപ്പിക്കണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് ഈ മാരക രോഗം മാറ്റി ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഇത് തുടരാതെ എത്ര ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അല്ലാഹുവേ നിന്റെ ദീൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ മാരകമായി അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്ക് നീ ശിഫാ നൽകണേ തമ്പുരാനെ. നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇതൊരിക്കലും ജനങ്ങളെ കാണിക്കാനല്ല, അല്ലാഹുവേ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. നിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം കരുതി ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഇനിയും ഈ ക്ലാസ്സുകൾ നല്ല നിലയിൽ നടക്കാനും ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് പ്രതിഫലം കിട്ടാനും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.